ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ വിശദമായ റിപ്പോർട്ട് നൽകാൻ വൈകി. നവംബർ 13-നാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണെന്നും മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപടികൾ ഉണ്ടാകുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള എംപിമാർ നൽകിയ നിവേദനത്തിനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറുപടി നൽകിയിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. ജിഷ്ണു, എന്താണ് ഈ വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ വിശദമായ റിപ്പോർട്ട് നൽകാൻ വൈകി എന്ന ഒരു ആക്ഷേപം വരുന്നത്? അത് ഇവിടുന്ന് തന്നെ എത്രത്തോളം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ നിന്ന് വ്യക്തമാണ്. വിശദമായ റിപ്പോർട്ട് നൽകാൻ വൈകിയതുകൊണ്ട് കേന്ദ്ര സഹായം വൈകി എന്നുള്ളതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഹർത്താൽ അടക്കം നടന്നതുമെല്ലാം. ഈ റിപ്പോർട്ടിന്റെ അവസ്ഥ എന്താണ്? ഈ വിശദമായ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതിന്റെ അവസ്ഥയും എന്താണ്? വീണ, വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പാക്കേജ് വൈകുന്നതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയാണ് എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി നിത്യാനന്ദ റായ് രാജ്യസഭയിൽ വിശദമായൊരു കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിമാർ നൽകിയിട്ടുള്ള നിവേദനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസ് മറുപടി നൽകിയിട്ടുള്ളത്. അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ ദുരന്തം നടന്ന് വളരെയധികം ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഈ അടുത്താണ് വിശദമായൊരു റിപ്പോർട്ട്, അത് ദുരന്ത നിവാരണം സംബന്ധിച്ച്, നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നവംബർ 13-ന് മാത്രമാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ അത് മന്ത്രാലയത്തിൻ്റെ സമിതി പരിശോധിച്ച് വരികയാണ്. ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള നടപടികൾ ആ റിപ്പോർട്ടിന്മേൽ ഉണ്ടാകും എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. അതായത് വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിലൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ യാതൊരു തരത്തിലും പുനരധിവാസ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നിലവിൽ അവർക്ക് ലഭിക്കേണ്ട, ഈ ദുരന്തത്തിനിരയായവർക്ക്, അതിൽ ജീവിതം ബാക്കിയായവർക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ, അതൊന്നും ലഭിക്കാതെ വരുമ്പോൾ കേന്ദ്രത്തിന് മേൽ പഴിചാരിക്കൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഹർത്താൽ ഉൾപ്പെടെ നടത്തുകയും അത്തരത്തിലൊരു പ്രചാരണം കേരളത്തിൽ CPM-ഉം ഒപ്പം പ്രതിപക്ഷവും നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ സത്യാവസ്ഥ ഈ ദുരന്തം സംബന്ധിച്ച്, ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ധനസഹായം സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 153 കോടി രൂപ നവംബർ 16-ന് തന്നെ നൽകിയിട്ടുണ്ട്. അതിന് ഒരു മാസം മുൻപ് വീണ്ടും ഒരു 153 കോടി രൂപ നൽകിയിരുന്നു. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ 783 കോടി രൂപ നിലവിലുണ്ട്. അത് ഉപയോഗിക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പ്രത്യേക പാക്കേജ് സംബന്ധിച്ച്, അത്തരം പാക്കേജുകൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്നത് അതത് സംസ്ഥാനങ്ങൾ ഇത്തരം ദുരന്തത്തിൻ്റെ വ്യാപ്തി സംബന്ധിച്ച്, അതിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്, ഇനി എത്രത്തോളം തുക ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് എന്നത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. ആ റിപ്പോർട്ട് മന്ത്രാലയ സമിതി പരിശോധിച്ചതിന് ശേഷം അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം ഈ തുക അനുവദിക്കേണ്ടതുണ്ട് എന്നുള്ള വിശദമായ പരിശോധന സമിതി നടത്തും. അതിനുശേഷമാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പാക്കേജുകൾ അനുവദിക്കാറുള്ളത്. അത്തരത്തിലുള്ള പാക്കേജുകൾ വിവിധ സംസ്ഥാനങ്ങൾക്ക്, അത് രാഷ്ട്രീയത്തിനപ്പുറം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ അല്ലാത്ത സംസ്ഥാനങ്ങളോ, ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കാറുണ്ടോ അത് പരിശോധിച്ച് മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള നടപടികളും സഹായവും നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യാറുള്ളത്. വയനാട് വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് ദുരന്തത്തിൻ്റെ വ്യാപ്തി സംബന്ധിച്ച്, നാശനഷ്ടം എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ചും, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുമുള്ള വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ അതിൽ സമയത്തിൽ വലിയ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നവംബർ 13-ന് മാത്രമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കേന്ദ്രത്തിന് മുൻപിലേക്ക് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത്. നിലവിൽ ആ റിപ്പോർട്ട് സമിതി പരിശോധിച്ചു വരികയാണ്. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകും. അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വയനാടിന് പ്രത്യേക പാക്കേജ് കൂടി അനുവദിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ, ശരി ജിഷ്ണു. ഏതായാലും കേരളത്തിലെ എംപിമാർ ഒരു നിവേദനം നൽകുമ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത്? വളരെ വിശദമായ റിപ്പോർട്ട് നൽകിയത് നവംബർ 13 മാത്രമാണ് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മറുപടിയിൽ നിന്ന്, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മറുപടിയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്.